ഡോറ ബുജി എന്ന് പറയുന്ന കാർട്ടൂൺ നിങ്ങൾ കാണാറുണ്ട് അല്ലെ? അപ്പൊ ഡോറയോട് പറയും മാപ്പ് 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 ഡോറ അല്ലെ? ഇവിടെ നോക്കൂ, ഡാറ ആക്ട് ആണ് നമ്മൾ പറഞ്ഞത്. കോഡ് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും ചിലപ്പോ കണക്ട് ചെയ്യും. എങ്ങനെയാണ്? നീലക്കടല കുട്ടിയെ വാടകയ്ക്ക് ദത്തെടുത്തിട്ട് പോളിയോ കൊടുത്തു. സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ്. എന്തെല്ലാം കൂട്ടുകാരെ, എല്ലാവർക്കും സുഖാണല്ലോ? നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഇന്ത്യൻ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടോപ്പിക് ആണ് വൈസ്രോയിമാര്. നോക്കൂ, ഇന്ത്യയുടെ ചരിത്രം നിങ്ങൾ എഴുതാൻ പോകുന്ന LGS പരീക്ഷയ്ക്ക് വരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ഇന്ത്യൻ ചരിത്രം. നിങ്ങൾ LDC എക്സാം എഴുതുന്നവരാണ്, മറ്റ് +2 ഡിഗ്രി ലെവൽ ഏതൊരു പരീക്ഷ എഴുതിയാലും ചുരുങ്ങിയത് 2 മാർക്കെങ്കിലും നമുക്ക് PSC പരീക്ഷകളിൽ ചോദിക്കാറുണ്ട്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദ്യങ്ങൾ വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വസ്തുതകൾ അടിസ്ഥാനമായിട്ട് പല കാര്യങ്ങളും അറിഞ്ഞാൽ മാത്രമേ നമുക്ക് സ്റ്റേറ്റ്മെന്റ് എഴുതുന്ന സമയത്ത് 2ഉം 3ഉം തെറ്റാണോ ശരിയാണോ എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് കൂട്ടുകാര് നോട്ട് എഴുതിയെടുത്ത് പഠിക്കേണ്ട ഒരു ഏരിയയാണ്. 4 ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ വൈസ്രോയിമാർ തീർക്കുന്നത്. നോക്കൂ, വൈസ്രോയിമാരുടെ ചരിത്രം പറയുന്ന സമയത്ത് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ ചരിത്രമല്ല നമ്മൾ പഠിക്കുന്നത്. ആ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വസ്തുതകളെല്ലാം നമ്മൾ വൈസ്രോയിമാർ എന്ന ടോപ്പിക്കിൽ ഉൾപ്പെടുത്തി പഠിക്കുകയാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിനെ ഇഷ്ടത്തോടുകൂടി പഠിക്കുക. നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ചരിത്രം ഇതിനോടകം പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. സ്വാതന്ത്ര്യ സമര സേനാനികളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം ക്ലാസ്സുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുക്കാം, കൂട്ടുകാർ അതൊക്കെ കാണുക. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. നോക്കൂ, വൈസ്രോയിമാർ എന്ന് പറയുമ്പോൾ ഗവർണർ ജനറൽമാരുടെ ചരിത്രം നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയിൽ വാറൻ ഹേസ്റ്റിങ്സ് മുതൽ ഇങ്ങോട്ടുള്ള ഗവർണർ ജനറൽമാർ, ബംഗാളിലെ ഗവർണർ ജനറൽമാരുടെ കഥ നമുക്ക് പഠിക്കാനുണ്ട്. അതിനുശേഷം ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന വലിയൊരു പോരാട്ടം ഇന്ത്യയിൽ വരികയാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന കാര്യം കൂട്ടുകാർക്ക് അറിയാം. ഇവിടെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി സാധിക്കും. വർഷങ്ങളും പ്രധാനപ്പെട്ട ചില വസ്തുതകളും ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ വർഷങ്ങളൊക്കെ ഈ വൈസ്രോയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതല്ല, മറിച്ച് PSC പരീക്ഷകൾ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന സംഭവങ്ങളാണ്. അപ്പൊ ഈ കാലഘട്ടം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. വർഷങ്ങൾ നോക്കൂ, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഗവർണർ ജനറൽ, നോക്കൂ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആയിരുന്നു കാനിങ് എന്ന് പറയുന്ന മനുഷ്യൻ. കാനിങ് എന്ന് പറയുന്ന മനുഷ്യൻ 1857 ഇന്ത്യയിലെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആയിരുന്നു. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നു, അത് ബ്രിട്ടീഷുകാർ അടിച്ചമർത്തുന്നു. അങ്ങനെ ബ്രിട്ടീഷ് രാജ്ഞി ഇന്ത്യ ബ്രിട്ടീഷ് രാജ്ഞിയുടെ കീഴിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ള വലിയൊരു പ്രഖ്യാപനം നടത്തുകയാണ് 1858. നിങ്ങൾക്കറിയാം, വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം. 1858 ഈ ഒരു വിളംബരത്തോടു കൂടി ഇന്ത്യയിൽ നിലവിൽ വന്ന പുതിയൊരു ഭരണ സംവിധാനമാണ് വൈസ്രോയ് എന്ന പദം. അതുവരെ ഗവർണർ ജനറൽ ആയിരുന്ന വാറൻ ഹേസ്റ്റിങ്സ് മുതൽ ഇങ്ങോട്ടുള്ള ഒട്ടനവധി ഗവർണർ ജനറൽമാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അവസാനമായിട്ട് കാനിങ്ങിൽ എത്തി നിൽക്കുന്ന ആ ഒരു ഗവർണർ ജനറൽ എന്നുള്ള പദവി മാറിയിട്ട് വൈസ്രോയ് എന്നുള്ള പേര് വരികയാണ്. അങ്ങനെയാണ് ആദ്യത്തെ വൈസ്രോയ്. PSC പരീക്ഷകൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയ് ആരായിരുന്നു? നോക്കൂ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ ഗവർണർ ജനറലും ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയും കാനിങ് തന്നെയാണ്. സംഗതി മനസ്സിലായോ? അപ്പൊ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം. ആ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടാണ് വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം വരുന്നത്. അങ്ങനെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ വൈസ്രോയി ആയിട്ട് ആര് വരുന്നത്? നമ്മുടെ കാനിങ് വരുന്നത്. കൂട്ടുകാരെ, ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്ന വലിയ ഒരു സമരം, ആ സമരത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്കത് മറ്റൊരു ക്ലാസ്സിൽ നോക്കാം. ആ കാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട കാരണമായിരുന്നു ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട്. നോക്കൂ, ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട്. ആ പേര് തന്നെയുണ്ട് അല്ലെ? എന്താണ് ജനറൽ സർവീസ്? ഇവിടെ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരായ പട്ടാളക്കാരോട് ബ്രിട്ടീഷ് കമ്പനി പറയുകയാണ്, നിങ്ങൾ സേവനം ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിൽ മാത്രം പോരാ, കടല് കടന്ന് അല്ലെ വിദേശ രാജ്യങ്ങളിലൊക്കെ നിങ്ങൾ നമ്മുടെ ഈ പറയുന്ന സേനയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കേണ്ടി വരുമെന്ന് പറയുകയാണ്. അപ്പൊ ഇത് ഇന്ത്യക്കാരെ സംബന്ധിച്ച്, ഇന്ത്യയിലെ പല മതവിശ്വാസികളെ സംബന്ധിച്ച് വലിയ പ്രശ്നമായിരുന്നു. ഇങ്ങനെ 7 കടൽ കടന്ന് പോവാന്ന് പറഞ്ഞാൽ അവരുടെ വിശ്വാസത്തിന് കോട്ടം നടന്ന സംഭവമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർ ഇതിനെതിരെ പ്രതിഷേധിച്ചു. അപ്പൊ അത്തരത്തിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ഒരുപാട് കാരണങ്ങളുണ്ട്, നിങ്ങൾക്കറിയാം അല്ലെ? നമ്മൾ ആ ചരിത്രം പഠിച്ചിട്ടുണ്ട്. അതിലൊരു കാരണമായിരുന്നു ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട്. കൃത്യമായിട്ട് പഠിക്കണം. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരമെങ്കിൽ അതിന് തൊട്ട് മുമ്പിലത്തെ വർഷം 1856 ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട്. PSCയുടെ PYQ ആണ്. നോക്കൂ, 57 ഒന്നാം സ്വാതന്ത്ര്യ സമരം. ഇതേ വർഷം നമ്മൾ കോഡാക്കി ഞാൻ നിങ്ങളെ മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോഴാണ് ഇന്ത്യയില് 3 പ്രദേശങ്ങളില്, ബോംബെ, മദ്രാസ്, കൊൽക്കത്ത. അതിനകത്ത് ആദ്യം വരുന്നത് കൊൽക്കത്തയിലാണ് അല്ലെ? 3 യൂണിവേഴ്സിറ്റികൾ വരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ യൂണിവേഴ്സിറ്റികൾ വന്നത് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോഴാണ്. കേരളവുമായി കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ മറ്റു ചില കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിച്ചിരുന്നു അല്ലെ?
നമ്മുടെ മുമ്പിലത്തെ ക്ലാസ് കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും 1857 ഒരു കോഡ് ഞാൻ പറഞ്ഞത്. എന്തൊക്കെയാണ് 1857 ഞാൻ നിങ്ങളെ പഠിപ്പിച്ചെന്ന് ഓർമ്മയുള്ളവർ കമന്റ് ചെയ്തേ. മറ്റ് രണ്ട് വസ്തുതകൾ കേരളവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് അറിയുന്ന വസ്തുതകൾ. അപ്പൊ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നു. ആ സമയത്ത് ഇന്ത്യയുടെ ഗവർണർ ജനറൽ അല്ലെങ്കിൽ വൈസ്രോയി ആയിട്ട് പിന്നീട് മാറിയ മനുഷ്യൻ കാനിങ് ആയിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് സർവകലാശാല വന്ന സമയത്ത് കാനിങ് ആയിരുന്നു ഇന്ത്യയിൽ ഭരിച്ചിരുന്നത്. നോക്കൂ, 1857 വിക്ടോറിയയുടെ വിളംബരം. ശേഷം പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് 1859. നമ്മൾ ചാന്നാർ ലഹളയൊക്കെ പഠിക്കാറില്ലേ? 1859 കേരളത്തിന്റെ ഐതിഹാസികമായ ചരിത്രമായിരുന്നില്ലേ മാറുമറയ്ക്കൽ സമരം, ചാന്നാർ ലഹള. ഈ ചാന്നാർ ലഹള നടന്ന സമയത്താണ് കൂട്ടുകാരെ ഇന്ത്യയില് നീലം ലഹള നടന്ന, അഥവാ ഇൻഡിഗോ റെബിലിയൻ, നീലം കലാപം, നീലം ലഹള കൃത്യമായിട്ട് പഠിക്കുക. 1859 ആരുടെ കാലഘട്ടം? കാനിങ്ങിന്റെ കാലഘട്ടം. ഇതേ 1859 കാനിങ് ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുകയാണ്. കൂട്ടുകാർക്ക് അറിയാം 1848 ഏത് വർഷം? 1848 ഇന്ത്യയിൽ അന്നുണ്ടായിരുന്ന ഗവർണർ ജനറൽ ആയിരുന്ന ഡൽഹൌസി പ്രഭു കൊണ്ടുവന്ന ഒരു നിയമമായിരുന്നു ഡോക്ട്രിൻ ഓഫ് ലാപ്സ് അഥവാ ദത്തവകാശ നിരോധന നിയമം. ഇന്ത്യയിലെ രാജാക്കന്മാർക്ക് ദത്തെടുക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു നിരോധനം കൊണ്ടുവന്നു. അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോയി. ഇപ്പൊ ഝാൻസി റാണി ആയിക്കോട്ടെ, നാനാ സാഹിബ് ആയിക്കോട്ടെ, ഇങ്ങനെ തുടങ്ങിയ ആളുകൾ ഇന്ത്യയിലെ രാജാക്കന്മാരെ സംബന്ധിച്ച് വലിയ വിഷയമായി മാറുന്നു. അങ്ങനെയാണ് അവരൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വരുന്നത്. അപ്പൊ അതുകൊണ്ട് ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കുന്നത് 1848 കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. അത് ഡൽഹൌസിയാണ് കൊണ്ടുവന്നത്. അത് യഥാർത്ഥത്തിൽ ഒരു കാരണമായിരുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്. അതുകൊണ്ട് തന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം നമ്മുടെ വിക്ടോറിയ രാജ്ഞി ഇന്ത്യയുടെ ഭരണമേറ്റതിനു ശേഷം വൈസ്രോയി ആയി വന്ന കാനിങ് എന്ത് ചെയ്യാണ്? 1959 നീലം കലാപം നടന്ന വർഷം നോട്ട് ചെയ്ത് വെക്കണേ, കൃത്യമായിട്ട് പഠിക്കണേ. നീലം കലാപം നടന്ന വർഷം 1859 ദത്തവകാശ നിരോധന നിയമം നിർത്തലാക്കുന്നു. പഠിച്ചോ? 1859 നീലം ലഹള, 1859 ദത്തവകാശ നിരോധന നിയമം നിർത്തലാക്കുന്നു. ഓക്കെ, നോക്കൂ, ഇതേ 1859 തീർന്നില്ല. 2 പോയിന്റ് കൂടി ഉണ്ട്, നമുക്ക് കോഡാക്കി വെച്ച് പഠിക്കാം. നീലക്കടലുള്ള കുഞ്ഞിനെ ദത്തെടുത്തു, വാടകയ്ക്ക് ദത്തെടുത്തു. ദത്തെടുക്കല്ല, വാടകയ്ക്ക് എടുത്തു എന്ന് പറയാം അല്ലെ. അപ്പൊ നീലക്കടലുള്ള ദത്തനെ ആലോചിച്ചു, വേണമെങ്കിൽ കുഞ്ഞിന്റെ പേര് ദത്ത് എന്നാക്കിക്കോ. അപ്പൊ നീലക്കടലുള്ള കുഞ്ഞിനെ ദത്തെടുക്കുന്നു, അങ്ങനെ എന്താണ്, അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുന്നു, അതിന് പോളിയോ കൊടുക്കുന്നു എന്നാലോചിക്കുക. ഏത് വർഷം? 1859. നോക്കൂ, പോർട്ട്ഫോളിയോ സിസ്റ്റം ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് കാനിങ് 1859 കാനിങ്ങിന്റെ കാലഘട്ടത്തില് ഭരിക്കാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥന്മാർ, ഈ പറയുന്ന വൈസ്രോയുടെ കീഴിൽ വരുന്ന ആളുകൾക്ക് ഭരിക്കാൻ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഓരോരോ വകുപ്പ് എന്ന രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ടുള്ള ഒരു സംവിധാനം. അതിന് അംഗീകാരം കിട്ടുന്നത് പിന്നീട് കൗൺസിൽ ആക്ടിലാണ്. പക്ഷെ കൃത്യമായിട്ട് പഠിക്കുക, 1859 പോർട്ട്ഫോളിയോ സിസ്റ്റം തുടങ്ങുന്നത്. നോക്കൂ, ഇന്ത്യയിൽ ഇന്ന് കാണുന്ന ക്യാബിനറ്റ് സമ്പ്രദായമൊക്കെ അതിന്റെ ഒരു ചരിത്രം കൂടിയാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ 1859 പോർട്ട്ഫോളിയോ സിസ്റ്റം ഇന്ത്യയിൽ വരുന്നുണ്ട്. 1859 ബംഗാൾ റെന്റ് ആക്ട്, ഒരു പക്ഷേ ബാക്കിയെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ചിലരെങ്കിലും ഇത് അറിയണ്ടാവില്ല. ബംഗാൾ റെന്റ് ആക്ട് ബംഗാളിലെ കർഷകരെ സംബന്ധിച്ച്, ഈ പറയുന്ന ഭൂ ഉടമയ്ക്ക് അല്ലെ, കർഷകര് ഭൂമിയിൽ അവർ പാട്ടത്തിന് കൃഷി ചെയ്യുന്നവരായിരിക്കും. അപ്പൊ അവർക്ക് വലിയ നികുതി അല്ലെങ്കിൽ എന്താ പറയുക, വാടക കൊടുക്കണം. നികുതിയേക്കാളപ്പുറം വാടക കൊടുക്കണം ഭൂമിക്ക്. അപ്പൊ ആ വാടക കൊടുക്കുന്നതിൽ നിന്നും ചില ഇളവുകൾ ഇവർക്ക് വരുത്തുകയാണ്. അതാണ് ബംഗാൾ റെന്റ് ആക്ട്. നമ്മുടെ കർഷകർക്ക്, അതിനകത്തും എല്ലാ കർഷകർക്കും നല്ല ഗുണം ചെയ്യുന്ന കാര്യമൊന്നും അല്ല. 12 വർഷത്തോളം കാലം അവിടെ സ്ഥിരമായിട്ട് കർഷകരായി അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന, കൃഷി ചെയ്യുന്ന ആളുകൾക്ക് മാത്രം ചില ആനുകൂല്യങ്ങളൊക്കെ പ്രഖ്യാപിക്കുകയാണ്. എന്തൊക്കെയാണെങ്കിലും കർഷകരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് 1859 ബംഗാൾ റെന്റ് ആക്ട് കൊണ്ടുവന്നു. 59 പോർട്ട്ഫോളിയോ സിസ്റ്റം, 59 റെന്റ് ആക്ട്, 59 ദത്തവകാശ നിരോധന നിയമം നിർത്തലാക്കുന്നു. കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ അദ്ദേഹം ചെയ്യുകയാണ്. കാരണം ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ആ തിക്താനുഭവങ്ങൾ ബ്രിട്ടീഷുകാരെ വേട്ടയാടുകയാണ്. ഇനിയും ജനങ്ങൾ സംഘടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ വലിയ കലാപത്തിലേക്ക് പോകരുത്, അതുകൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തുകയാണ്. നോക്കൂ, 59 നീലം ലഹള. നോക്കൂ, 1860 ഇന്ത്യൻ പീനൽ കോഡ് വരുന്നത്. കൂട്ടുകാരെ, IPC നമ്മൾ പഠിക്കാറുണ്ട്. അത് നിലവിൽ വരുന്നത് നോക്കൂ 1862 ജനുവരി 1 എന്നാൽ IPC ആക്ട് 1860 ഇന്ത്യയിൽ വരുന്നത്. ഈ IPC നിയമങ്ങളാണ് കൂട്ടുകാരെ ഈ അടുത്ത കാലത്ത് നമ്മൾ കറണ്ട് അഫയേഴ്സിൽ പഠിച്ചിട്ടുള്ളത്. ഇന്ത്യയിലെ നിയമങ്ങൾ മാറ്റിക്കൊണ്ട് അല്ലെ പുതിയ ക്രിമിനൽ നിയമങ്ങൾ വന്നിട്ടുണ്ട് ഇന്ത്യയിൽ. അപ്പൊ ആ IPC എന്ന് പറയുന്ന 1860 ഇന്ത്യൻ പീനൽ കോഡ് വരുന്നത്. 23 ചാപ്റ്റേഴ്സും 511 സെക്ഷനുമായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നത്. ഇനി അതെല്ലാം മാറിയിട്ട് പുതിയ നമ്മൾ പഠിക്കണം. നോക്കൂ, ആ ഒരു IPCയുടെ ശില്പി എന്നറിയപ്പെടുന്നത് തോമസ് മെക്കാളയാണ്. തോമസ് ബാബിംഗ്ടൺ മെക്കാളെ, ഈ കാണുന്ന മനുഷ്യനാണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ നിയമങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട കാരണമായി തീർന്ന മനുഷ്യനാണ് മെക്കാളെ പ്രഭു. അദ്ദേഹമാണ് IPCയുടെ ശില്പി. ഇന്ത്യൻ പീനൽ കോഡിലെ ഇന്ത്യൻ പീനൽ കോഡ് 1860 കാനിങ്ങിന്റെ കാലഘട്ടത്തിലായിരുന്നു. നോക്കൂ, 1860 ഇതേ IPC വന്ന വർഷമാണ് ഇന്ത്യയിൽ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിക്കുന്നത്.
ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിക്കുന്നു. ഒരു അനൌദ്യോഗിക ബജറ്റ് ആണെങ്കിലും ഇന്ത്യയിൽ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിക്കുന്നത് ജെയിംസ് വിൽസൺ എന്ന് പറയുന്ന ചങ്ങാതിയാണ്. 1860 കാനിങ്ങിന്റെ കാലഘട്ടം പഠിച്ചു വെക്കുക. 1860 ഇന്ത്യൻ പീനൽ കോഡ്, 1860 ഇന്ത്യൻ ബജറ്റ്. നോക്കൂ, 61 നേരത്തെ പഠിച്ച പോലെ തന്നെ 4 കാര്യങ്ങൾ പഠിക്കാനുണ്ട്. 59 4 കാര്യങ്ങൾ, 60 2 കാര്യങ്ങൾ, 61 4 കാര്യങ്ങൾ. എന്തൊക്കെയാണ്? കൗൺസിൽ ആക്ട് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. PSC പരീക്ഷകളിൽ ഒട്ടനവധി തവണ ചോദിച്ചാണ്, റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു കൊടുക്കുക. കൗൺസിൽ ആക്ട് 1861 വകുപ്പ് തല ഭരണ സംവിധാനം. പോർട്ട്ഫോളിയോ സിസ്റ്റത്തിന് അംഗീകാരം നൽകുന്നു. ഞാൻ പറഞ്ഞല്ലോ 1861 കൗൺസിൽ ആക്ട് വരുന്നത്. അതിലാണ് പോർട്ട്ഫോളിയോ സിസ്റ്റത്തിന് അംഗീകാരം നൽകുന്നത്. നോക്കൂ, 1861 പേപ്പർ കറൻസി വരുന്നത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് പേപ്പർ കറൻസി വരുന്നു 1861. അപ്പൊ കൗൺസില്, പേപ്പർ കറൻസി, ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനമായ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വരുന്നത് 1861. കൃത്യമായിട്ട് പഠിച്ചേ. ഇതിന്റെ സ്ഥാപകൻ ആരായിരുന്നു? അലക്സാണ്ടർ കണ്ണിംഗ്ഹാം. അല്ലേ? അലക്സാണ്ടർ കണ്ണിംഗ്ഹാം. ഇന്ത്യൻ പുരാവസ്തു വകുപ്പുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഞാനിപ്പോ അതിലേക്കൊന്നും പോകുന്നില്ല. അപ്പൊ കൂട്ടുകാർ, അലക്സാണ്ടർ കണ്ണിംഗ്ഹാം എന്ന പേര് പഠിച്ചു വെക്കുക. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ ആരാണ്? അലക്സാണ്ടർ കണ്ണിംഗ്ഹാം ആണ്. ആരുടെ കാലഘട്ടത്തിലാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ വന്നത്? കാനിങ്ങിന്റെ കാലഘട്ടത്തിലാണ്, 1861. പേപ്പർ കറൻസി, ആർക്കിയോളജിക്കൽ സർവേ, കൗൺസിൽ ആക്ട്. നോക്കൂ, ഇന്ത്യൻ ഹൈക്കോർട്ട് ആക്ട് ശ്രദ്ധിച്ചു വെക്കണം. ഡിഗ്രി ലെവൽ എക്സാം എഴുതാൻ പോകുന്നത് അല്ലെങ്കിൽ മറ്റ് എക്സാം ഒക്കെ എഴുതാൻ പോകുന്നവരോട് കൃത്യമായിട്ട് തന്നെ ചോദിക്കും. ഹൈക്കോർട്ട് ആക്ട് വന്നത് 1861. അപ്പൊ ചോദിക്കും, ഇന്ത്യയിൽ ആദ്യമായി ഹൈക്കോടതി വന്നപ്പോഴാണ്. അത് നമ്മുടെ കാനിങ്ങിന്റെ കാലഘട്ടത്തിലല്ല. കാനിങ്ങിന്റെ കാലഘട്ടത്തിൽ ഹൈക്കോടതി നിയമം പാസ്സാക്കുന്നുണ്ട് 1861. എന്നാൽ പിറ്റേത്തെ വർഷമാണ് ഹൈക്കോടതി വരുന്നത്. അപ്പോഴേക്കും കാനിങ് ഇന്ത്യയിൽ നിന്ന് പോയിരുന്നു. അപ്പൊ നോക്കൂ, കാനിങ് എന്ന് പറയുന്ന ആദ്യത്തെ വൈസ്രോയെ കുറിച്ച് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 1861 4 കാര്യങ്ങൾ. ഇദ്ദേഹത്തെ കുറിച്ച് 2 പോയിന്റ് കൂടി ഞാൻ അഡീഷണലി ചേർത്തിട്ടുണ്ട്. നോക്കൂ, ഇന്ത്യയിൽ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം പാസ്സാക്കിയത് ഇദ്ദേഹമാണ്. അപ്പൊ ദത്തവകാശ നിരോധന നിയമം പോലെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിർത്തലാക്കിയ കാനിങ് നല്ലൊരു കാര്യം ചെയ്യുകയാണ്. ഇന്ത്യയിൽ ഹിന്ദു വിധവ പുനർവിവാഹ നിയമം നടപ്പിലാക്കുകയാണ് അല്ലെങ്കിൽ പാസ്സാക്കുകയാണ്. അവർക്ക് വിവാഹം കഴിക്കാം. ഇൻകം ടാക്സ് നിലവിൽ വരുന്ന ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. നോക്കൂ, ഇൻകം ടാക്സ് സംവിധാനം കൊണ്ടുവരുന്ന ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. അടുത്ത വൈസ്രോയി ആണ് എൽഗിൻ പ്രഭു. ഈ പീരീഡ് ഒന്നും നിങ്ങൾ പഠിക്കണമെന്നില്ല, ഞാൻ ചുമ്മാ കൊടുത്താണ്, ജസ്റ്റ് നിങ്ങൾ വായിച്ചു പോയാൽ മതി. നോക്കൂ, ഹൈക്കോടതി നിലവിൽ വന്ന സമയത്ത് പ്രധാനപ്പെട്ട 2 പോയിന്റുകൾ ഇദ്ദേഹത്തെ കുറിച്ച് പഠിക്കാനുള്ളൂ. രണ്ടാമത്തെ ആള് എൽഗിൻ പ്രഭു അല്ലെങ്കിൽ എൽജിൻ പ്രഭു, എങ്ങനെ വേണേ വായിക്കാം. എൽജിൻ പ്രഭു അല്ലെങ്കിൽ എൽഗിൻ പ്രഭു. നോക്കൂ, ഇദ്ദേഹം 2ാമത്തെ വൈസ്രോയി ആണ്. ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ 1862 ഇന്ത്യയിൽ ആദ്യമായി ഹൈക്കോടതി വരുന്നു. എവിടെയാണ് വന്നത്? കൊൽക്കത്തയിലാണ്. ആദ്യത്തെ യൂണിവേഴ്സിറ്റി 1857 കൊൽക്കത്തയില്. ആദ്യത്തെ ഹൈക്കോടതി 3 ഹൈക്കോടതികൾ വരുന്നുണ്ട് അല്ലെ? ബോംബെയിലും മദ്രാസിലും കൊൽക്കത്തയിലും വരുന്നുണ്ട്. പക്ഷെ ആദ്യം വന്നത് കൊൽക്കത്തയിലാണ് 1862. നോക്കൂ, വഹാബി ലഹള കൃത്യമായിട്ട് പഠിക്കണം. എൽഗിൻ പ്രഭുവിന്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ വഹാബി ലഹള നടക്കുന്നത്. ഇപ്പൊ വഹാബി ലഹള അടിച്ചമർത്തിയ വൈസ്രോയി ആരാണ്? ചോദിക്കും, കൃത്യമായിട്ട് പഠിക്കുക. എൽഗിൻ പ്രഭു. വഹാബി ലഹളയെ അടിച്ചമർത്തിയ വൈസ്രോയി എൽഗിൻ പ്രഭു. നോക്കൂ, ഒരു വെറൈറ്റി പോയിന്റ് ആണ്. കാനഡ പ്രവിശ്യയുടെ ഗവർണർ ജനറലായ ശേഷം ഇന്ത്യയുടെ വൈസ്രോയി ആയ വ്യക്തിയാണ് എൽഗിൻ പ്രഭു. കാനഡയിൽ പോയതിനു ശേഷം ഇങ്ങോട്ട് വന്ന ഒരു ചങ്ങാതിയാണ്. നോക്കണേ, ഇന്ത്യയിൽ ഹൈക്കോടതി ഒക്കെ ഉണ്ടായ അല്ലെങ്കിൽ വഹാബികളെ അടിച്ചമർത്തിയ വൈസ്രോയി കാനഡയിൽ നിന്ന് വന്ന ആളാണ്. ചുമ്മാ ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. നോക്കൂ, 3ാമത്തെ വൈസ്രോയിലേക്ക് കിടക്കുകയാണ് നമ്മൾ. ജോൺ ലോറൻസ് ആണ്. സേവിയർ ഓഫ് പഞ്ചാബ്, ഓർഗനൈസർ ഓഫ് വിക്ടറി എന്നെല്ലാം അറിയപ്പെട്ടിരുന്ന വൈസ്രോയി ആണ് കൂട്ടുകാരെ ജോൺ ലോറൻസ്. ജോൺ ലോറൻസ് ഈ കാണുന്ന മനുഷ്യനാട്ടോ. ലോറൻസ് ചില്ലറക്കാരനല്ല. പഠിച്ചു കൊടുക്കുക. 2 പോയിന്റ് എന്തൊക്കെയാ പറഞ്ഞത്? സേവിയർ ഓഫ് പഞ്ചാബ്, സേവിയർ ഓഫ് പഞ്ചാബ്, ഓർഗനൈസർ ഓഫ് വിക്ടറി, ഓർഗനൈസർ ഓഫ് വിക്ടറി എന്നെല്ലാം അറിയപ്പെട്ടിരുന്ന, എങ്ങനെ വിശേഷണം ഉണ്ടായിരുന്ന വ്യക്തിയാണ് ജോൺ ലോറൻസ്. ഇന്ത്യയിൽ വനം വകുപ്പ് ആരംഭിച്ചത് ഇദ്ദേഹമാണ്. ജോൺ ലോറൻസിന്റെ കാലഘട്ടത്തിലാണ് ഇന്ത്യയിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വരുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, അതിനെ നമ്മൾ ഇംപീരിയൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നാ വിളിക്കട്ടോ. അദ്ദേഹം നോക്കൂ, നിഷ്ക്രിയത്വ നയത്തിന് തുടക്കമിട്ടു. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇദ്ദേഹത്തെ സേവിയർ ഓഫ് പഞ്ചാബ് എന്നൊക്കെ വിളിക്കെങ്കിലും ഇദ്ദേഹം ഒരു നല്ല കാര്യമാണ് ആ കാലത്ത് ചെയ്തത്. അദ്ദേഹം അഫ്ഗാനിസ്ഥാനുകളെ വെറുതെ വിട്ടു. ഇന്ത്യയുടെ പുറത്തുള്ള അഫ്ഗാൻ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോകുന്നത് തടഞ്ഞുകൊണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെട്ട് ഇടപെടില്ല എന്നൊരു നയം അല്ലെ? അപ്പൊ ചോദിക്കും, നിഷ്ക്രിയത്വ നയം, ഇത്തരം നയങ്ങളൊക്കെ ആരൊക്കെ നടപ്പിലാക്കി ചോദിക്കും. റിംഗ് ഫെൻസ് നയം ആര് നടപ്പിലാക്കി? നിഷ്ക്രിയത്വ നയം ആര് നടപ്പിലാക്കി? സൈനിക സഹായ വ്യവസ്ഥ ആര് നടപ്പിലാക്കി? ഇതൊക്കെ PSC പരീക്ഷകൾ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നിഷ്ക്രിയത്വ നയത്തിന് തുടക്കമിട്ടത്
ജോൺ ലോറൻസ് ആണ് പഠിച്ചു വെക്കുക. ലോറൻസ് എന്നാണ് നിഷ്ക്രിയത്വ നയത്തിന് തുടക്കമിട്ടു. മറ്റ് 3 പോയിന്റുകളുണ്ട്, അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയ പോയിന്റ് അല്ല, ചുമ്മാ ഞാനൊന്ന് വായിക്കാം. ഡിഗ്രി ലെവൽ എക്സാം എഴുതാൻ പോകുന്നവർ ശ്രദ്ധിച്ചു വെക്കണം. 1865 യൂറോപ്പുമായിട്ട് ടെലഗ്രാഫ് കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കുന്ന ഇദ്ദേഹം. 1865. 1866 ജോർജ് കാമ്പൽ ക്ഷാമ കമ്മീഷൻ. നോക്കൂ, അന്ന് ഒറീസയിലും രജപുത്താന മേഖലയിലും ക്ഷാമം പടർന്നു പിടിച്ചു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ക്ഷാമങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ ഒരു ക്ഷാമ കമ്മീഷൻ വരുന്നുണ്ട് 1866 ജോർജ് കാമ്പലിന്റെ ആണ്. 1868 ജോൺ ലോറൻസ് സ്കോളർഷിപ്പ് പദ്ധതി ആരംഭിച്ചത്. അപ്പൊ 65 ടെലഗ്രാഫ് ഇന്ത്യയിൽ ആദ്യമായി ആരംഭിക്കുന്ന 65 കേട്ടോ. അത് ഡൽഹൌസിയുടെ കാലഘട്ടത്തിലാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് മുമ്പ്. ഞാൻ നിങ്ങൾക്ക് ഗവർണർ ജനറൽമാരെ ക്ലാസ് എടുത്തിരും. ഡേ സാറേ പോ എന്നൊരു കോഡ് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ടെലഗ്രാഫ്, സ്റ്റാമ്പ്, റെയിൽവേ, പോസ്റ്റ് ഓഫീസ്. അത് നമ്മുടെ ഡൽഹൌസിയുടെ കാലഘട്ടത്തിൽ 51, 52, 53, 54. 1851 കാര്യമാണ് പറയുന്നത് കേട്ടോ. പക്ഷെ ഇത് നോക്കൂ, ഇത് 1865 യൂറോപ്പുമായി ടെലഗ്രാഫ് കമ്മ്യൂണിക്കേഷൻ ആരംഭിച്ചത് 1865. ജോർജ് കാമ്പലിന്റെ ക്ഷാമ കമ്മീഷൻ. അപ്പൊ യൂറോപ്പിലേക്ക് ടെലഗ്രാഫ് അയച്ചു, പിന്നീട് ബെല്ലടിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? ബെല്ലടിച്ചപ്പോ സ്കോളർഷിപ്പുമായിട്ട് ഇവർ വന്നു. ലോറൻസിന്റെ സ്കോളർഷിപ്പ് പദ്ധതി. ഓർഗനൈസർ ഓഫ് വിക്ടറി, സേവിയർ ഓഫ് പഞ്ചാബ് എന്നറിയപ്പെടുന്ന ഇംപീരിയൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിച്ച, നിഷ്ക്രിയത്വ നയത്തിന് തുടക്കമിട്ട ജോൺ ലോറൻസ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വൈസ്രോയിയാണ് മേയോ പ്രഭു, അല്ലെ? മേയോ പ്രഭു ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വൈസ്രോയിമാരിൽ ഒരാളാണ്. കാരണം എന്താ അറിയോ? ഇന്ത്യയില് സാമ്പത്തിക വികേന്ദ്രീകരണത്തിന്റെ പിതാവ് എന്ന് ഇദ്ദേഹത്തെ വിളിക്കാറുണ്ട്. ഒരു നല്ല ചോദ്യമാണ് കൂട്ടുകാരെ, പഠിച്ചു വെക്കണം. ഇന്ത്യയിലെ സാമ്പത്തിക വികേന്ദ്രീകരണത്തിന്റെ പിതാവ്. ഇന്ത്യയിലെ ഓരോരോ പ്രവിശ്യകൾക്ക് തോന്നിയ പോലെ മേയാൻ വേണ്ടി പൈസ കൊടുത്തു. ആലോചിച്ചാൽ മേയോ പ്രഭു പൈസ എങ്ങനെ കൊടുത്തു? അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് സാമ്പത്തികമായ വികേന്ദ്രീകരണം അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഓരോരോ പ്രവിശ്യകൾക്ക് സഹായം നൽകി. അതാണ് ഇഷ്ടംമാതിരി പൈസ കൊടുത്ത് മേഞ്ഞോളി എന്ന് പറഞ്ഞു. മേയോ പ്രഭു. സാമ്പത്തിക വികേന്ദ്രീകരണം, കാർഷിക വാണിജ്യ വകുപ്പുകളെല്ലാം ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്താണ് സ്ഥാപിക്കുന്നത്. അപ്പൊ ഇന്ത്യയില് കാർഷിക വാണിജ്യ വകുപ്പുകൾ സ്ഥാപിക്കുകയാണ് പ്രധാനപ്പെട്ട കാര്യമല്ലേ? നോക്കൂ, കത്തിയവാറിൽ രാജ്കോട്ട് കോളേജും അജ്മീറിൽ മേയോ കോളേജും ഇദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. 2 കോളേജുകളാണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. മേയോ കോളേജ് എവിടെ സ്ഥിതി ചെയ്യുന്നു? അജ്മീർ ചോദിക്കും. അജ്മീർ, രാജസ്ഥാനിലെ അജ്മീറിലാണ് മേയോ കോളേജ് ഉള്ളത്. സ്റ്റാറ്റിക്കൽ സർവേ ഓഫ് ഇന്ത്യ പ്രധാനപ്പെട്ട ഒരു സംഘടനയാണ്. ഇന്ത്യയിലെ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നടന്ന സംഭവം എന്താ നമുക്ക് നോക്കാം. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നിങ്ങൾ ഇദ്ദേഹത്തിന്റെ വർഷമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കണം. അത് 1872 മക്കളെ. 1872. 3 കാര്യങ്ങളുണ്ട് അല്ലെ? കാരണം അദ്ദേഹം മരണപ്പെടുന്നു ഈ വർഷമാണ്. അപ്പൊ 3 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. എന്താണ് ആ 3 കാര്യങ്ങൾ? 2 കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇന്ത്യയിൽ ആദ്യമായി സെൻസസ് ആരംഭിച്ചത്. ഇന്ത്യയിൽ ആദ്യമായിട്ട് സെൻസസ് ആരംഭിച്ചത് 1872 ബൈ ഹാർട്ട് ചെയ്യുക. നമുക്ക് 1881 വരുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് നിങ്ങൾക്കറിയാം 10 വർഷം കൂടുമോ? 2011, 2001 അല്ലെ? 10 വർഷം കൂടുമാണ് സെൻസസ് നടക്കാറ്. അപ്പൊ അതൊന്ന് വെച്ച് നമുക്ക് 1881 വരാനുണ്ട് അടുത്ത ക്ലാസ്സുകളിൽ. അപ്പൊ നിങ്ങൾ ഇപ്പൊ ആലോചിക്കുക, അത് ഒഫീഷ്യൽ ആയിട്ടുള്ള സെൻസസ് ആണ് ഇന്ത്യയിൽ ആരംഭിച്ചത്. എന്നാൽ ഇന്ത്യയിൽ അനൌദ്യോഗികമായിട്ട് ആദ്യമായി സെൻസസ് അല്ലെ, കനേഷുമാരി സെൻസസ് ആരംഭിക്കുന്നത് 1872 എവിഡൻസ് വന്നപ്പോഴാണ്. നോക്കൂ, ഇന്ത്യയിലെ ആളുകളെ ഒരു കണക്കെടുക്കാൻ വേണ്ടിയിട്ട്, മേയാൻ വേണ്ടിയിട്ടില്ലേ, എല്ലാവർക്കും പൈസ കൊടുത്ത്, പ്രവിശ്യക്ക് പൈസ കൊടുത്ത് ഈ മനുഷ്യൻ ആൻഡമാൻ നിക്കോബാറിലൂടെ ഇങ്ങനെ മേഞ്ഞ് നടക്കായിരുന്നു. സെൻസസ് കണക്കെടുത്തിട്ട് ആളുകളെ. ആര്? മേയോ പ്രഭു. അപ്പോഴാണ് ഒരു എവിഡൻസും ഇല്ലാതെ അവിടെ ഉണ്ടായിരുന്ന ഒരു തടവുകാരൻ വന്നിട്ട് ഒരു ഷേർ അല്ലെ, ഒരു ഷേർ വന്നിട്ട് എന്ത് ചെയ്യാണ്? ഒരു അലി അല്ലെ, അലി, ഷേർ അലിയാണ്. നിങ്ങൾ അധികം പഠിക്കാത്തൊരു പേരായിരിക്കും, ഷേർ അലി. ഈ ഒരു തടവുകാരൻ ഇന്ത്യയിൽ വെച്ചിട്ട് ഈ ഒരു വൈസ്രോയിയെ വധിക്കുകയാണ്. നോക്കൂ, ഇന്ത്യയിൽ വന്ന വൈസ്രോയിമാരിൽ ഒരേ ഒരാൾ മാത്രമേ ഇന്ത്യയിൽ വെച്ച് വധിക്കപ്പെട്ടുള്ളൂ. അത് മേയോ ആണ്. അപ്പൊ മേയാൻ വേണ്ടി ഇദ്ദേഹം കണക്കെടുത്ത് പോയി 1872 പഠിച്ചു വെക്കുക. ഒരു എവിഡൻസും ഇല്ലാണ്ടാണ് കൊന്നത്. ഇത് പഠിക്കാൻ വേണ്ടി പറഞ്ഞാട്ടോ, എവിഡൻസ് ഒക്കെ ഉണ്ട്. ഇദ്ദേഹത്തെ പിന്നീട് പിടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ത്യൻ എവിഡൻസ് ആക്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഇന്ത്യയിലെ നിയമവ്യവസ്ഥ, അല്ലെങ്കിൽ ഈ പറഞ്ഞ ജാതി മത വിശ്വാസങ്ങളുടെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ടുള്ള ഒരു സമ്പ്രദായം, ഒരു സിസ്റ്റമായിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നിയമം. അതെല്ലാം വാർത്തുടച്ചുകൊണ്ട് നല്ല രീതിയിൽ ബ്രിട്ടീഷുകാർ കൊണ്ട് ഒരുപാട് ഗുണം നമുക്ക് ഉണ്ടായിട്ടല്ലോ. നല്ല ചില നിയമങ്ങൾ ഇതിൽ വരുന്നു. അപ്പൊ IPC വന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. കാനിങ്ങിന്റെ കാലഘട്ടത്തിലാണെങ്കിൽ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 മേയോ പ്രഭു. അനൌദ്യോഗികമായ കനേഷുമാരി പറഞ്ഞു. നോക്കൂ, ഇന്ത്യയിൽ വെച്ച് വധിക്കപ്പെട്ട ഏക വൈസ്രോയിയാണ്. ആൻഡമാനിൽ വെച്ചിട്ട് കുറ്റവാളിയായ ഷേർ അലിയാണ് വധിച്ചത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ, 3 കാര്യങ്ങൾ നിങ്ങൾ 1872 മനസ്സിലാക്കി വെക്കണം. നോക്കൂ, അടുത്തത് നോർത്ത് ബ്രൂക്ക് പ്രഭുവാണ്. അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആയ ഒരു വൈസ്രോയി ഒന്നും അല്ല.
അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വളരെ അപൂർവമായിട്ടേ ചോദിക്കാൻ സാധ്യതയുള്ളൂ. പക്ഷെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക, ഇന്ത്യയില് ഒരു വെയിൽസ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ചത് 1875 മക്കളെ. 1975 അടിയന്തരാവസ്ഥ നമുക്കറിയാം. അതിന് 100 വർഷം മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒക്കെ ഉണ്ടായിരുന്നതിന്റെ 10 വർഷം മുമ്പ് 1875 ഒരു വെയിൽസ് രാജകുമാരൻ ആൽബർട്ട് എഡ്വേർഡ്, അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. അപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് ചോദ്യങ്ങൾ വരാറില്ല എങ്കിലും ഇങ്ങനെ ചോദിക്കും. കാരണം എന്താണ്, ഇന്ത്യയില് വെയിൽസ് രാജകുമാരനായ ആൽബർട്ട് എഡ്വേർഡ് സന്ദർശിച്ച സമയത്ത് ആരായിരുന്നു ഇന്ത്യയുടെ വൈസ്രോയി? 75 മേയോക്ക് ശേഷം ലിട്ടണ് മുമ്പ് ആരായിരുന്നു ചോദിച്ചാല് നോർത്ത് ബ്രൂക്ക് ആയിരുന്നു. അപ്പൊ നോക്കൂ, അങ്ങനെ ആദ്യമായ ഒരു വെയിൽസ് രാജകുമാരൻ നോർത്ത് ബ്രൂക്ക് പ്രഭുവിന്റെ കാലഘട്ടത്തിൽ വരുന്നു. അന്ന് ബംഗാളിലെ ക്ഷാമം നടക്കുക കേട്ടോ. 73, 74 ക്ഷാമാണ്. നമുക്ക് ക്ഷാമാണ്, നമ്മുടെ ജനങ്ങൾ മരണപ്പെട്ടാലും ഇവരെ സംബന്ധിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നടക്കണം അല്ലെ. അങ്ങനെ വൈസ്രോയിമാര് വലിയ ആർഭാടത്തിൽ ഈ പറയുന്ന രാജകുമാരനെയൊക്കെ സ്വീകരിക്കുന്നു. സ്വതന്ത്ര വ്യാപാരത്തെ ഇദ്ദേഹം പ്രോത്സാഹിപ്പിച്ചിരുന്നു എന്ന് ഓർത്തു വെക്കുക. 75 വെയിൽസ് രാജകുമാരൻ സന്ദർശിച്ച വർഷം. നോക്കൂ, അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലിട്ടൺ പ്രഭു. നിങ്ങൾക്ക് ബോറടിക്കാതെ ഇഷ്ടപ്പെട്ട് പഠിക്കണം കേട്ടോ. കാനിങ്ങിൽ തുടങ്ങി തൽക്കാലം നമ്മൾ ലിട്ടണിലെത്തി നിൽക്കുകയാണ് ഇപ്പോ. 1875 ശേഷം 76 മുതൽ 80 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. നോക്കൂ, വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ കണ്ട ലുക്ക് കണ്ട പുള്ളിക്കാരനെ, ആ ഒരു മീശ കണ്ട നിങ്ങൾ വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ എന്ന് ഇഷ്ടപ്പെട്ട് പഠിച്ചേ. ലിട്ടൺ, ആ പേര് കേൾക്കുന്നില്ല, ലിട്ടൺ ഒരു നെഗറ്റീവ് ടച്ച് വരണം. വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ അല്ലേ എന്നറിയപ്പെടുന്ന മനുഷ്യൻ ലിട്ടൺ. റിപ്പൺ നല്ലൊരു മനുഷ്യനാണ് അല്ലെ. ഈ പറയുന്ന വൈസ്രോയിമാരെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ചില ആളുകൾ നല്ല വ്യക്തികൾ ഉണ്ടായിരുന്നു. അപ്പൊ റിപ്പൺ അടുത്ത് വരുന്നത് നല്ല മനുഷ്യനാണ്. എന്നാൽ ലിട്ടൺ, ആ പേര് തന്നെ ലിട്ടൺ ആലോചിക്കും നിങ്ങൾ, മോശപ്പെട്ട ആള്. വൈസ്രോയി ഓഫ് റിവേഴ്സ് ക്യാരക്ടർ. നോക്കൂ, 1876 വർഷം ഏതാണ്? 76 റോയൽ ടൈറ്റിൽസ് ആക്ട് വരുന്നു. കൃത്യമായിട്ടൊന്ന് പഠിച്ചേ. 75 വെയിൽസ് രാജകുമാരൻ എത്തുന്നുവെങ്കിൽ 76 റോയൽ ടൈറ്റിൽസ് ആക്ട്. റോയൽ ബൈ ഹാർട്ട് ചെയ്യണേ, റോയൽ ടൈറ്റിൽസ് ആക്ട്. ആ വർഷമൊക്കെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ബെഞ്ചമിൻ ഡിസ്രേലി അവതരിപ്പിച്ചു. വിക്ടോറിയ രാജ്ഞിയെ ഇന്ത്യയുടെ ചക്രവർത്തിയാക്കണമെന്നായിരുന്നു ഈ ഒരു നിയമം. ഇതാണ് റോയൽ ടൈറ്റിൽ ആക്ട്. വിക്ടോറിയ രാജ്ഞിയെ ഇന്ത്യയുടെ ചക്രവർത്തിയാക്കി മാറ്റണം. ഓൾറെഡി 1858 കൂടി വിക്ടോറിയ രാജ്ഞിയുടെ കീഴിലേക്ക് ഇന്ത്യ വരുന്നു അല്ലെ. പറയാറില്ലേ നമ്മള് മാഗ്ന കാർട്ട എന്നൊക്കെ വിശേഷിപ്പിച്ചു. രാജ്ഞി തന്നെ പറയുകയാണ്, നിങ്ങൾക്ക് ഇതാ ഞാൻ സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇല്ല, ഞാനാണ് നിങ്ങളുടെ രാജ്ഞി എന്നൊക്കെ 1858 വിളംബരത്തോടുകൂടി വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു നിയമം ബെഞ്ചമിൻ ഡിസ്രേലി എന്ന് പറയുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അവതരിപ്പിക്കുകയാണ്. റോയൽ ടൈറ്റിൽ ആക്ട് 1876. കൃത്യമായിട്ട് പഠിച്ച ഇതേ വർഷമാണ് ഇന്ത്യൻ അസോസിയേഷൻ. നമ്മൾ തൊട്ടുമുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചിരുന്നു. നമ്മള് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന ക്ലാസ്സിനകത്ത് സുരേന്ദ്രനാഥ് ബാനർജിയെ കുറിച്ച് പഠിച്ചിരുന്നു. ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ രൂപീകരിച്ച സുരേന്ദ്രനാഥ് ബാനർജിയാണ്. 1876 ഈ കാലഘട്ടത്തിലാണ് റോയൽ ടൈറ്റിൽസ് ആക്ട് വരുന്നത്. നോക്കൂ, പിറ്റേത്തെ വർഷം കൃത്യമായിട്ട് പഠിക്കുന്ന ഈ വർഷം 1877 വിക്ടോറിയ രാജ്ഞിക്ക് എന്ത് ചെയ്യുന്നു? എംപ്രസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ രാജ്ഞിയായിട്ട് ഇവരെ ഒരു പദവി, എംപ്രസ് ഓഫ് ഇന്ത്യ എന്നൊരു പദവി കൊടുക്കുകയാണ് നമ്മുടെ ലിട്ടൺ എന്ന് പറയുന്ന വൈസ്രോയി. അതുപോലെ ഡൽഹിയിൽ വെച്ചിട്ട് വലിയ വിപുലമായ ഒരു ദർബാർ വിളിച്ചു ചേർക്കുകയാണ്. ഇന്ത്യയിലെ 3 തവണയാണ് ദർബാറുകൾ വിളിച്ചു ചേർത്തിട്ടുള്ളത്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. അപ്പൊ ഇന്ത്യയിൽ ന്യൂഡൽഹിയിൽ വെച്ചിട്ട് വലിയൊരു ദർബാർ വിളിച്ചു ചേർക്കുന്നു. വിക്ടോറിയ രാജ്ഞിക്ക് കൈസർ ഇ ഹിന്ദ് പദവി നൽകുന്നു. വിക്ടോറിയ രാജ്ഞി എംപ്രസ് ഓഫ് ഇന്ത്യ എന്നുള്ള പദവി നൽകുന്നു. ഇതൊക്കെയാണ് 1877 നടന്നത്. 1876 ഇന്ത്യൻ അസോസിയേഷൻ ഉണ്ടാക്കിയ സമയം റോയൽ ടൈറ്റിൽസ് ആക്ട് വരുന്നതിന്റെ ഭാഗമായിട്ടാണ് 77 രാജ്ഞിയെ ഇങ്ങനെ ആദരിക്കുന്നത്. നോക്കൂ, ഏറ്റവും പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് നമുക്ക് 78 പഠിക്കാനുള്ളത്. 1878 പിറ്റേത്തെ വർഷം കൃത്യമായിട്ട് പഠിക്കണേ. 1878 ഒന്നാമത്തത് എന്തായിരുന്നു? രണ്ടാമത്തെ ആംഗ്ലോ അഫ്ഗാൻ യുദ്ധം നടക്കുന്നു 1878. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പഠിക്കാൻ പറ്റുന്നവർ ബൈ ഹാർട്ട് പരമാവധി പഠിക്കാൻ ശ്രമിക്കുക. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ട പോയിന്റ് ഉണ്ട്. അത് ഇതാണ്. എന്താണ്? വെർണേക്കുലാർ പ്രസ് ആക്ട് അഥവാ നാട്ടുഭാഷാ പത്ര നിയമം. മക്കളെ കൃത്യമായിട്ട് പഠിക്കണം. 1878 ഒരുപാട് തവണ PSC പരീക്ഷയിൽ ചോദിച്ചു, ഇനിയും ചോദിക്കും. നാട്ടുഭാഷാ പത്ര നിയമം ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് ലിട്ടൺ അല്ലെ, റിവേഴ്സ് ക്യാരക്ടർ അല്ലേ. നാട്ടുഭാഷ എന്നാലും പത്രം എഴുതണ്ടെന്ന് മൂപ്പരങ്ങ് തീരുമാനിച്ചു. അതുപോലെ 78 ആയുധ നിയമം. വീണ്ടും ഒരു നെഗറ്റീവ് ഷെയ്ഡിലെ വൈസ്രോയി അല്ലേ, ദുഷ്ടതരെ ചെയ്യൂ വൈസ്രോയി. നോക്കൂ, ഇതും പഠിച്ചു വെക്കണം. ആയുധ നിയമം. ഇന്ത്യയിൽ ആയുധം കൈവശം വെക്കാൻ ലൈസൻസ് വേണം. അപ്പൊ ആളുകൾ പ്രതിഷേധിക്കില്ല, ആയുധം വെക്കില്ല, കലാപത്തിന് ഇറങ്ങില്ല അല്ലെ. ആയുധ നിയമം വരുന്നു. ഭാഷയിൽ, നാട്ടുഭാഷയിൽ പത്രങ്ങൾ എഴുതി കഴിഞ്ഞല്ലേ ഇവരെ പ്രചോദിപ്പിക്കുക അല്ലെ ആളുകളെ. അപ്പൊ അതുകൊണ്ട് ആളുകളിലേക്ക് ദേശീയ സ്നേഹം എത്താനോ ബ്രിട്ടീഷുകാരുടെ വികാരം എത്താനോ പാടില്ല. അങ്ങനെ നാട്ടുഭാഷാ പത്ര നിയമം നടപ്പിലാക്കുന്നു, ആയുധ നിയമം നടപ്പിലാക്കുന്നു. രണ്ടാം ആംഗ്ലോ
അഫ്ഗാൻ യുദ്ധം അല്ലെ നടക്കുന്നു. നോക്കൂ, ഇതേ വർഷമാണ് ക്ഷാമ കമ്മീഷൻ വരുന്ന റിച്ചാർഡ് സ്ട്രാച്ചിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ക്ഷാമ കമ്മീഷൻ, ഫാമൈൻ കമ്മീഷൻ വരുന്നു 1878. അപ്പൊ 4 കാര്യങ്ങൾ കൂട്ടുകാർ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. 1879 നോക്കൂ, ഈ 4 കാര്യങ്ങൾക്ക് ശേഷം 79 ഡോറ ബുജി എന്ന് പറയുന്ന കാർട്ടൂൺ നിങ്ങൾ കാണാറുണ്ടോ അല്ലെ? അപ്പൊ ഡോറയോട് പറയും മാപ്പ് 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 ഡോറ അല്ലെ? ഇവിടെ നോക്കൂ, ഡാറ ആക്ട് ആണ്. ഡോറയല്ല, ഡാറയാണ്. ഡെക്കാൻ അഗ്രികൾച്ചറിസ്റ്റ് റിലീഫ് ആക്ട് ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തുവെങ്കിലും ചെറിയ ചില ഇളവുകളെല്ലാം ആർക്ക് നൽകുകയാണ്? ഡെക്കാണിലെ കർഷകർക്ക് നൽകുന്നുണ്ട്. വലിയ ഇളവൊന്നും അല്ല എങ്കിലും അവർക്ക് ചെറിയൊരു റിലീഫ് കൊടുക്കുന്ന രൂപത്തിലുള്ള ഒരു ആക്ട് ആണ് ഡാറ ആക്ട്. അതിന്റെ വിശദാംശങ്ങളൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. നോക്കൂ, 1879 ഇന്ത്യക്കാർക്ക് പ്രത്യേകമായ ഒരു സിവിൽ സർവീസ് ഏർപ്പെടുത്തുന്നു. നമ്മൾ ചോദിക്കുമോ, നല്ലോട് സ്നേഹമുള്ള മനുഷ്യനല്ലേ? എന്നാ തെറ്റിപ്പോയി. സ്നേഹമല്ല, ഇദ്ദേഹത്തിന്റെ ചതിയാണ്. കാരണം ഇദ്ദേഹം സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി 21 വയസ്സിൽ നിന്നും 19 വയസ്സാക്കി കുറച്ചു. അതുപോലെ തന്നെ പ്രത്യേകമായി സിവിൽ സർവീസ് നടപ്പിലാക്കുന്നു. നമ്മളെ സംബന്ധിച്ച് ഇന്ത്യക്കാരെ 2ാം കിട പൗരന്മാരാക്കി മാറ്റുന്ന ചില കാര്യങ്ങളാണ് ലിട്ടൺ പ്രഭു ചെയ്തത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ത്യക്കാർക്ക് പ്രത്യേകമായിട്ടൊരു സിവിൽ സർവീസ് ഏർപ്പെടുത്തുന്നതും സിവിൽ സർവീസ് പരീക്ഷ എഴുതാനുള്ള പ്രായപരിധി കുറച്ചു കൊണ്ടുവന്ന് 19 ആക്കി മാറ്റുന്നു കേട്ടോ. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. 1879 2 കാര്യങ്ങൾ, ഡാറ ആക്ടും സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട പുതിയ കാര്യവും. നോക്കൂ, ഒരു ചോദ്യം ഇതാണ്. അതിനു മുമ്പായിട്ട് ഓവൻ മെരിഡത്ത് എന്നറിയപ്പെടുന്നത്, ഇദ്ദേഹം ഒരുപാട് എഴുത്തുകളോ രചനകളോ നടത്തിയ മനുഷ്യനാട്ടോ. ആര്? നമ്മുടെ ലിട്ടൺ. ഇന്ത്യയിലെ ഉപ്പ് നികുതി എല്ലായിടത്തും ഏകീകരിച്ച ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്. ഇദ്ദേഹമാണ് ഓവൻ മെരിഡത്ത് എന്നറിയപ്പെടുന്നത്. ചോദ്യം ഇതാണ്, ഇന്ത്യയിൽ രാജകീയ ദർബാർ നടന്ന വർഷങ്ങളിൽ പെടാത്തത് ഏതാണ്? ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയും. ഒരൊറ്റ മിനിറ്റ് അതിനു മുമ്പ് നമുക്കിതൊന്ന് റിവിഷൻ ചെയ്യണം. അപ്പൊ കൂട്ടുകാർ ഉത്തരം പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഇന്ത്യയിൽ ഈ പറയുന്ന 4 വർഷങ്ങളിൽ ഏതോ ഒരു വർഷം ഡൽഹിയിൽ ദർബാർ നടന്നില്ല എന്ന് വെച്ചാൽ 3 വർഷം നടന്നത് ഏതൊക്കെയെന്ന് പഠിച്ചവർക്ക് കിട്ടും. കമന്റ് ചെയ്യും. ഇപ്പൊ ക്ലാസിന്റെ അവസാനം ഞാൻ നിങ്ങൾക്ക് ഒരു റിവിഷൻ തരുന്നത് നിങ്ങൾ ഈ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നോക്കാനാണ്. സ്കിപ്പ് ചെയ്ത് ഇതുകൂടി കാണണം. 1856 എന്തായിരുന്നു? ആലോചിച്ച് നോക്കി. ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് ആക്ട് അല്ലേ? അതെ. 1857 അല്ലേ 1ാം സ്വാതന്ത്ര്യ സമരം നടന്നത്? കിട്ടുന്നുണ്ടോ നോക്കിക്കേ. ഇതേ 1857 അല്ലേ ഇന്ത്യയില് 3 യൂണിവേഴ്സിറ്റികൾ വരുന്നത്? അല്ലേ? ഇതേ 1857 ശേഷം 58 വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം? 58 ഇന്ത്യയിൽ ആദ്യമായി വൈസ്രോയി ആയിട്ട് മാറുന്നത്? 59 4 കാര്യങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ പറഞ്ഞത് കോഡ് നിങ്ങൾക്ക് ഓർമ്മയില്ലെങ്കിലും ചിലപ്പോ ഒക്കെ കണക്ട് ചെയ്യും. എങ്ങനെയാണ്? നീലക്കടലുള്ള കുട്ടിയെ വാടകയ്ക്ക് ദത്തെടുത്തിട്ട് പോളിയോ കൊടുത്തു, അങ്ങനെയല്ലേ? നീലക്കടലുള്ള കുട്ടിയെ വാടകയ്ക്ക് ദത്തെടുത്തിട്ട് നമ്മൾ പോളിയോ കൊടുത്തു. അപ്പൊ നോക്കൂ, ഇവിടെ 1859 അല്ലെ എന്തൊക്കെയാണ്? ഈ പറയുന്ന ദത്തവകാശ നിയമം നിർത്തലാക്കുന്നു അല്ലെ, പോർട്ട്ഫോളിയോ സിസ്റ്റം, നീലം ലഹള, പിന്നെന്താ പറഞ്ഞത്? വാടകയ്ക്ക് എന്നല്ല പറഞ്ഞത്. നോക്കൂ, ബംഗാൾ റെന്റ് ആക്ട്. അപ്പൊ ഈ 4 കാര്യങ്ങൾ കിട്ടി. ഇനി 1860 IPC വന്നില്ലേ? 2 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 1860 ഇന്ത്യയിൽ ആദ്യമായിട്ട് ബജറ്റ് അവതരിപ്പിക്കുന്നത്. 1860 4 കാര്യങ്ങൾ ഓർമ്മയുണ്ട് നിങ്ങൾക്ക്? ആലോചിക്കേ. പേപ്പർ കറൻസി 61 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ 61 ഹൈക്കോർട്ട് ആക്ട് 61 പിന്നെന്തായിരുന്നു പറഞ്ഞത്? ഹൈക്കോർട്ട് ആക്ട് പോലെ കൗൺസിൽ ആക്ട്. അപ്പൊ ഹൈക്കോടതി നിയമവും കൗൺസിൽ നിയമവും പേപ്പർ കറൻസിയും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും 61 ഇങ്ങനെ കിട്ടണം. റിപ്പീറ്റ് ചെയ്ത് റിവിഷൻ ചെയ്ത് പഠിക്കുക. നോക്കൂ, 1862 ഇന്ത്യയിൽ ഹൈക്കോടതി നിലവിൽ വന്നു അല്ലെ? പ്രധാനപ്പെട്ട ഒരു കാര്യം, എൽഗിൻ പ്രഭുവിന്റെ കാലഘട്ടം. ഈ പറയുന്ന 65, 66, 68 കിട്ടേണ്ട ആവശ്യമില്ല. വർഷം ഇമ്പോർട്ടന്റ് അല്ല എന്ന് പറഞ്ഞു. പക്ഷെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് പഠിക്കണം 72. ഏതൊക്കെയാണ് 72? എവിഡൻസ് ആക്ട് ഇന്ത്യയിൽ വന്നു 72. മേയോ പ്രഭു വധിക്കപ്പെട്ടു 72. ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലേ? അപ്പൊ അവിടെ എന്തായിരുന്നു? കണക്കെടുക്കാൻ പോയപ്പം കനേഷ് കുമാരി പോയപ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ വധിക്കപ്പെട്ടെന്ന് പഠിക്കാൻ പറഞ്ഞില്ലേ? എവിഡൻസ് ഇല്ലാന്ന് അല്ലെ? ഷേർ അലി ഓർമ്മയില്ലേ? ഓർമ്മയുണ്ട്. then 73, 74 വലിയ ക്ഷാമത്തെ കുറിച്ച് പറഞ്ഞു. 1875 ഓർക്കാൻ പറ്റുന്നുണ്ടോ? ആ ഒരു റൗണ്ട് സംഖ്യ ഇവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു പറഞ്ഞു. ആ സമയത്ത് എന്ത് സംഭവിച്ചു? ഇവിടേക്ക് ഒരു രാജകുമാരൻ, വെയിൽസ് രാജകുമാരൻ വരുന്നു 1875. പിന്നീട് ലിട്ടന്റെ കാലഘട്ടമല്ലേ നമ്മൾ പഠിച്ചത്? ലിട്ടന്റെ കാലഘട്ടത്തിൽ എന്തൊക്കെയായിരുന്നു വസ്തുതകള്? കൂട്ടുകാർക്ക് കിട്ടുന്നുണ്ടോ? ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ. 1876 എന്ത് സംഭവിക്കുന്നത്? നമ്മൾ പറഞ്ഞിരുന്നു റോയൽ ടൈറ്റിൽ ആക്ട് വന്നത് 1876 ആ വർഷമാണ് ഇന്ത്യയിൽ ഒരു സംഘടന, ഇന്ത്യൻ നാഷണൽ അസോസിയേഷൻ വന്നത്. 1877 എന്തായിരുന്നു കൂട്ടുകാരെ? ആലോചിക്കുക. 77 എന്തായിരുന്നു? 77 ഈ പറയുന്ന എംപ്രസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ടല്ലേ നമ്മുടെ രാജ്ഞിയെ ആദരിക്കുകയാണ്. 78 4 കാര്യങ്ങൾ നമ്മൾ പഠിച്ചോർമ്മല്ലേ? എന്തൊക്കെയാണ്? ഒന്ന് ആയുധ നിയമം, ഒന്ന് ക്ഷാമ കമ്മീഷൻ, റിച്ചാർഡ് സ്ട്രാച്ചിയുടെ ക്ഷാമ കമ്മീഷൻ, മറ്റൊന്ന് ലിട്ടൺ പ്രഭു നടപ്പിലാക്കിയ നാട്ടുഭാഷാ പത്രനിയമം അല്ലെ? നാട്ടുഭാഷാ പത്രനിയമം, ആയുധ നിയമം,
രണ്ടാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധം, ഇതെല്ലാം 78-ലല്ലേ. പിന്നീട് 79-ലെ ഡാറ ആക്ട്, ഡാറ ആക്ട്. ദെൻ 1879-ലാണ് ഇന്ത്യക്കാർക്ക് പ്രത്യേകമായിട്ട് സിവിൽ സർവീസ് ഏർപ്പെടുത്തിയില്ലേ 1879-ല്. അതുപോലെ പ്രായം 21 കുറച്ച് 19 ആക്കി. അപ്പൊ ഇങ്ങനെ ഒരൊറ്റ പ്രാവശ്യം ക്ലാസ് കേൾക്കുമ്പോഴൊന്നും നിങ്ങൾക്ക് ഇത് കിട്ടിക്കോണമെന്നില്ല. കൂട്ടുകാർ ഇത് കൃത്യമായിട്ട് എഴുതിയെടുത്ത് നന്നായിട്ട് പഠിച്ചാൽ അടുത്ത ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ തുടർച്ച എന്ന രൂപത്തിൽ അത് ഇങ്ങനെ പഠിച്ചു പോരാൻ വേണ്ടി സാധിക്കും. ഈ വസ്തുതകളെല്ലാം ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട വസ്തുതകളാണ്. ഞാൻ പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതല്ലാത്ത ചില ഏരിയകളുണ്ട്, ഞാൻ പറയും. ആ ഒരു ക്ലാസിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി പറഞ്ഞതാണെന്നേ ഉള്ളൂ. അവിടെ എന്റെ ഒരു ചോദ്യം ഇതാണ്, 1868 എന്തായിരുന്നു എന്ന് കൂട്ടുകാർ അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേ. അതുപോലെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം. നേരത്തെ ചോദ്യത്തിന് ഉത്തരം ഇതായിരുന്നു, ഇന്ത്യയിൽ രാജകീയ ദർബാർ നടന്ന വർഷങ്ങളിൽ പെടാത്ത ഏതാണ്? 1893 ആണ്. 77 ഉണ്ട്, 903 ഉണ്ട്, 1911 ഉണ്ട്. അപ്പൊ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ പറയുക കാണാനേ. നമുക്ക് അടുത്ത ക്ലാസ് കാണാം. അതുവരെ ഗുഡ് ബൈ, താങ്ക് യു.